നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം അത് നല്ല സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇന്ന് ഡിസംബർ 2 അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഡിസംബർ പൂർത്തിയാകാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2026 നമ്മളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇന്ന് വാർത്തകൾ ഒരുപാടുള്ളൊരു ദിവസം കൂടിയാണ്. അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ 6ാം ദിവസവും ഒളിവിൽ തന്നെ. പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് രാഹുലിനായി അന്വേഷണം. മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. ഇരയെ അധിക്ഷേപിച്ച കേസിൽ ജയിലിലുള്ള രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു. ചിത്രം പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയെന്ന നിഗമനം. SIR നടപടികൾ നിർത്തിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. ഇനി നീട്ടേണ്ടതില്ലെന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SIRൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് മറ്റു ബോർഡംഗങ്ങളുടെ അറിവോടെയെന്ന് പത്മകുമാർ. ജാമ്യാപേക്ഷ പരിഗണിക്കുക കൊല്ലം വിജിലൻസ് കോടതി. ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പ്രളയ മുന്നറിയിപ്പ്. വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരും. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ ആശങ്ക. പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു. അധികാര തർക്കം രൂക്ഷമായ കർണാടകയിൽ അനുനയ നീക്കങ്ങൾ സജീവം. സിദ്ധരാമയ്യയെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ച് ശിവകുമാർ. കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഹൈക്കമാൻഡ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് പുടിനെ കാണും. സെലൻസ്കിയെ വിശ്വസിക്കാനാകില്ലെന്ന് റഷ്യ. സമാധാനത്തിലേക്ക് എത്താൻ ഇനിയും ചർച്ചകൾ വേണമെന്ന് സെലൻസ്കി. രാവിലെ വാർത്തകളിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് തന്നെയാണ്. ലൈംഗികാരോപണ കേസിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തെരച്ചിൽ തുടരുകയാണ്. അതിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരയെ അധിക്ഷേപിച്ച സംഭവത്തിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരവും തുടരുകയാണ്. എന്താണ് ഇപ്പോൾ കേസിലെ നിലവിലെ സാഹചര്യം? അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് നാളെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പാകെ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് വരികയും ചെയ്യും. സ്വാഭാവികമായും ഈ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഈ കേസിൽ വ്യാജ പരാതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു സീൽ വെച്ച കവറിൽ ചില തെളിവുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു MLA ആണ്. MLAക്കെതിരെ വന്നിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഇര നൽകിയ മൊഴികൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപാകെ തന്നെ ഈ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ കോടതി പരിഗണനയ്ക്ക് വെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോട് കൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു MLA കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതെങ്കിലും ഒരു വലിയ കുറ്റവാളിയെ പോലും വലിയ ക്രൂരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടുള്ള വലിയ കുറ്റവാളികളെ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് പിടികൂടുകയും ഒപ്പം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള കേരള പോലീസ്, അത്രത്തോളം കീർത്തികെട്ട കേരള പോലീസാണ് ഇത്തരത്തിൽ ഈ MLA കണ്ടിട്ടില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ MLAക്കായുള്ള അന്വേഷണം വ്യാപകമാകുന്നു, വലവിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് MLA കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇലക്ഷൻ നടക്കുന്ന ഒരു വേളയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 9ാം തീയതിയാണ് ആദ്യ പോളിംഗ് നടക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വേളയിൽ ഈ ഒരു വിഷയം ഈ ലൈംലൈറ്റിൽ ഇങ്ങനെ നിൽക്കുക, ഇത് ചർച്ചയാക്കപ്പെടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു നടപടി സ്വീകരിച്ചാൽ, അതായത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത
ഹാജരാക്കിയാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വാക്കാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനായി ഒരു പരാമർശം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിലൂടെ മനസ്സിലാകുകയും ചെയ്ത്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടി കോൺഗ്രസ് എടുത്താൽ അത് ഈ ഇലക്ഷന് മുമ്പിൽ ഈ ഒരു വിഷയം തീർന്നു എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അത് LDFനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാകുമെന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകാതെ പോവുകയും ചെയ്യും. സ്വർണ്ണപ്പാളി വിഷയം അടക്കം അത് വലിയ രീതിയിൽ ചർച്ചയായി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രംഗത്ത് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഉടൻ തന്നെ MLA അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ള ഒരു സംശയം അത് കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നതിന് കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം കേരള പോലീസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA കൂടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹം കേരളത്തിലുടനീളം ഉള്ള മേഖലകളിൽ വ്യാപകമായി ചർച്ചയിൽ നടത്തുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിന് പുറത്തേക്ക് പോയേക്കാം, അതായത് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നേക്കാം എന്നുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ പോലീസ് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പിടികൂടാനാകുന്നില്ല എന്നുള്ളതാണ്. ഒരു MLA കടന്നു കളഞ്ഞു എന്ന് ഇങ്ങനെ അതായത് ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു MLA കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നാടൊട്ടുക്കും വലവിരിച്ച് MLAക്കായി കാത്തിരിക്കുകയാണ്. MLA വന്ന് കയറും തങ്ങളുടെ വണ്ടിയിലേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോഴും പോലീസ് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ അന്വേഷണം MLA കണ്ടെത്താൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ MLA എവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം പോലീസിന് ഇപ്പോൾ സ്വാഭാവികമായും അറിയാമെന്നുള്ളതാണ്. പക്ഷേ പിടികൂടാൻ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാവുകയും ചെയ്തത്. മറ്റൊന്ന്, ഈ ഇരയ്ക്കെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമായി നടക്കുന്ന സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വ്യാപകമായി ഇരയുടെ ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നു. അതിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇന്നലെ രാഹുൽ ഈശ്വറിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്നു. ഇതിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതിനൊക്കെ അവസാനം ഇതൊരു ഗൂഢാലോചനയായിരുന്നു, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇരെ അധിക്ഷേപിച്ച സംഭവത്തിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതുപോലെ തന്നെ അതേ സംഭവത്തിൽ നിരാഹാരത്തിൽ കഴിയുകയാണ് രാഹുൽ ഈശ്വർ. ജയിലിൽ സമരം തുടരുകയാണ് രാഹുൽ ഈശ്വർ. അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് അതിപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, തുടരാം. തീർച്ചയായും കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാമ്യത്തിനായി ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കോടതി ഈ നടപടികൾ അതായത് ജാമ്യം നൽകാതെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ന് സെഷൻസ് കോടതിയുടെ മുമ്പാകെ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, ശാസ്ത്രീയ പരിശോധനയ്ക്കായി രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഈ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ നിന്ന് ആർക്കൊക്കെ ഈ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇരയെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രാഹുൽ ഈശ്വർ പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ H. വെങ്കടേഷ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അതാത് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യണം, ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെയാണ് ഈ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഇരയുടെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, സൈബർ ഇടത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്, അവരെയൊക്കെ പ്രത്യേകം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ 5 പേർക്കെതിരെയായിരുന്നു നേരത്തെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുള്ളത്. അതിനൊന്ന് KPCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സന്ദീപ് വാര്യർക്കെതിരെ സമാനമായ കേസുണ്ട്. ഇന്ന് സന്ദീപ് വാര്യർ നൽകിയ ജാമ്യാപേക്ഷ ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ
ഈ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഇന്ന് സന്ദീപ് വാര്യറിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും ജാമ്യാപേക്ഷകൾ ഒരുമിച്ചായിരിക്കും പരിഗണിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഇരുവർക്കും ഒരേ സമാനമായ രീതിയിലുള്ള നടപടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ജാമ്യം നൽകുന്നത് റദ്ദ് ചെയ്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ സന്ദീപ് വാര്യരും റിമാൻഡിലേക്ക് പോകുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് ഇരയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് കടക്കുന്നുണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ള ചോദ്യം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അത് ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നടിയുടെ കാറിൽ, ഒരു ചുവപ്പ് പോളോ കാറിൽ പോയതാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അത് ഏത് നടിയാണ് എന്നടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മുൻകാലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലമായ പാലക്കാട്ടെ വിവിധ പരിപാടികളിൽ, അതായത് ഈ വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് വീട് വെച്ച് നൽകുന്ന ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു നടിയാണ് എന്നടക്കമുള്ള ചില സൂചനകൾ അത് വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ചില അഭ്യൂഹങ്ങൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപകമാക്കുന്നുണ്ട്. പാലക്കാട്ടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്ന ഒരു വിശദീകരണമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് രാഹുൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഈ DVR ഉൾപ്പെടെ അവിടുത്തെ ദൃശ്യങ്ങളടക്കം ഇത്തരത്തിൽ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ കെയർടേക്കറെ സ്വാധീനിച്ച് ഈ ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെയർടേക്കറെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പോലീസ് പറയുന്ന വളരെ വിചിത്രമായ ഒരു വാദമെന്ന് പറയുന്നത് MLA സഞ്ചരിച്ച്, അതായത് MLA രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ അല്ലെങ്കിൽ ആ റോഡുകളിലൊന്നും തന്നെ ഒരു CCTV ക്യാമറകളില്ല. ആ CCTV ക്യാമറകൾ ഇല്ലാത്ത വഴികളിലൂടെയാണ് ഇത്തരത്തിൽ MLA കടന്നു കളഞ്ഞതെന്നാണ് പറയുന്നത്. പാലക്കാട് പോലൊരു നഗരം, പാലക്കാട് MLAയുടെ ഫ്ലാറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്ന പ്രദേശങ്ങളിലൊക്കെ നിരവധി ഷോപ്പുകളുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ CCTV ക്യാമറകളൊക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ ഇതൊക്കെ വെട്ടിച്ച് എങ്ങനെ MLAക്ക് കടന്നു കളയാമെന്നുള്ള കാര്യമാണ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള വിചിത്രവാദങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. 6 ദിവസം പിന്നിട്ടിരിക്കുന്ന ഒരു MLA മുങ്ങിയിട്ട് എന്നുള്ളതാണ്. കുറ്റവാളികളെ പോലും ഇത്തരത്തിൽ പിടികൂടുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള വാദങ്ങൾ നിരത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സംശയം ജനിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണോ ഇങ്ങനൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ട്. എന്തായാലും ഉടൻ തന്നെ MLA പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെയാണ് MLAയുടെ മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതി പരിഗണിക്കുക. സ്വാഭാവികമായ ഒരു കടുത്ത നടപടി ഉണ്ടാകുമോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ കണ്ണൂരിലും കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതിജീവിതയുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്തെന്നാണ് FIR. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിജീവിതയെ തിരിച്ചറിയുന്ന ഫേസ്ബുക്ക് കുറിപ്പെഴുതിയ ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. അബ്ദുൾ കെ നാസർ എന്നയാൾക്കെതിരെയാണ് ഇടുക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് മെറ്റയെ സമീപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലീസിനെതിരെ കോൺഗ്രസ് നേതാവ് K സുധാകരൻ പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ട സംഭവത്തിൽ പോലീസ് എടുത്തത് പക്ഷപാത നിലപാടെന്നാണ് K സുധാകരന്റെ വിമർശനം. പരാതിക്കാരിയുടെ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണക്കാരായ CPM BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാണ് കേസുകളെന്നും നവമാധ്യമങ്ങളിലെ കോൺഗ്രസ് ശബ്ദം ഇല്ലാതാക്കാമെന്ന് കരുതണ്ടെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയ മറ്റ് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയെന്നാണ് വാദം. ബോർഡിലെ മറ്റംഗങ്ങൾക്കും പങ്കുണ്ടെന്ന തരത്തിലാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലെ വാദം. വടക്കൻ തമിഴ്നാട്ടിൽ ഇന്നും കനത്ത മഴ തുടരും. ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ തുടർന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിനിടയാക്കിയിട്ടുണ്ട്. പലയിടത്തും മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട്.
നമ്മൾ പോകുന്നത് കർണാടകയിലേക്കാണ്. അധികാര തർക്കം തുടരുന്നതിനിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തും. പ്രഭാത ഭക്ഷണത്തിനായി ആണ് ക്ഷണിച്ചിരിക്കുന്നത്. കർണാടകയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങൾ ചർച്ച ചെയ്യാനാണ് സിദ്ധരാമയ്യയെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചതെന്ന് ശിവകുമാർ സ്ഥിരീകരിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ ഇന്നും നോട്ടീസ് നൽകും. SIR-ന് പുറമെ ഡൽഹിയിലെ വായു മലിനീകരണം, ഡൽഹി സ്ഫോടനം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. അതിനിടെ SIR-നെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് എന്തൊക്കെയാകും ചർച്ചയാവുക? കൂടുതൽ വിവരങ്ങൾ. അനുശ്രീ, പാർലമെന്റ് നടപടികൾ ഇന്നും പാർലമെന്റിലെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് SIR വിഷയത്തിൽ വീണ്ടും ഇന്ന് പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകും. ഇതിലൊരു വിശദമായ ചർച്ച വേണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രീതിയിലുള്ള വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴൊന്നും തന്നെ സർക്കാർ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്, അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു മുൻകാലങ്ങളിലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതേ രീതിയിലുള്ള നടപടി തന്നെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഇന്നലെയാണ് ആരംഭിച്ചത്. അപ്പോഴും തുടക്കം മുതൽ തന്നെ, അതായത് പാർലമെന്റിന്റെ നടപടികൾ ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ ഈ SIR വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ വലിയ രീതിയിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുകയായിരുന്നു. നടുത്തളത്തിലിറങ്ങി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പലതവണ ലോക്സഭ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. രാജ്യസഭയിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പ്രത്യേകിച്ച് പുതിയ വൈസ് പ്രസിഡന്റ് ചാർജെടുത്തതുമായി ബന്ധപ്പെട്ട ആദ്യം തുടക്ക സമയങ്ങളിൽ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് സംസാരിക്കുന്ന ആ വേളയിൽ മാത്രമായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും രാജ്യസഭയും പലതവണ തടസ്സപ്പെടുകയും ചെയ്യുകയും ചെയ്തു. ഇന്നലെയും അങ്ങനെ പൂർണ്ണമായും ഈ പ്രതിഷേധത്താൽ പാർലമെന്റിന്റെ ഇരുസഭകളും മുങ്ങുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുന്ന നടപടികളിലേക്ക് പോലും, അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലും കടക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ബില്ലുകൾ, ഒന്ന് ഈ മണിപ്പൂരിലെ GST ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലടക്കം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷം പാസ്സാക്കിയെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇന്ന് വീണ്ടും ഈ SIR-ന് പുറമെ മറ്റ് രണ്ട് വിഷയങ്ങൾ കൂടി, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഒപ്പം തന്നെ ഡൽഹിയിലെ വായു മലിനീകരണവുമായി വിഷയം, ഇതടക്കം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ ഇന്ന് വീണ്ടും നോട്ടീസ് നൽകുകയും ചെയ്യും. പാർലമെന്റിന്റെ കവാടത്തിനു മുന്നിൽ ഈ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധമുണ്ടാകും. അതിനുശേഷം സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ഇന്നും അതിനോട് സഹകരിക്കേണ്ടതില്ല, ഈ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുള്ളത്. അതേസമയം ഈ SIR-മായി ബന്ധപ്പെട്ട് കേരളമടക്കം നൽകിയിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. സുപ്രീം കോടതി ഇന്നത് പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ സുപ്രീം കോടതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതായത് ഒരു തരത്തിലും ഇനി സമയം നീട്ടി നൽകാനാകില്ല എന്ന നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ BLA-മാരുടെ മരണം, അതിനിടയാക്കിയ കാര്യങ്ങൾ അത് ഈ സമ്മർദ്ദം മൂലമല്ല, അതുകൊണ്ട് തന്നെ ഈ ഹർജികളെല്ലാം തന്നെ തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് CPM-ഉം CPI-യും കോൺഗ്രസും ഒപ്പം തന്നെ മുസ്ലിം ലീഗും ചാണ്ടി ഉമ്മനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ചാണ്ടി ഉമ്മനുമാണ് ഇത്തരത്തിൽ ഹർജികൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് എന്ത് നിലപാട് ഈ വിഷയത്തിൽ കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും നേരത്തെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അടുത്തിടെ, അതായത് ഈ മാസം 9-ാം തീയതിയായിരുന്നു ആദ്യം ഈ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി നിശ്ചയിച്ചിരുന്നത്. 12 സംസ്ഥാനങ്ങളിലും ആ നടപടി കുറച്ചുകൂടി നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതായത് ഈ മാസം 16-ന് മാത്രമായിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരാഴ്ച കൂടെ സമയം അനുവദിച്ച് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സമയം നീട്ടി നൽകാനാകില്ല എന്നുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനൊപ്പം സുപ്രീം കോടതി എത്താനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഇന്ന് ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ ഒരു ഹർജികൾ പരിഗണിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് BLA-മാർ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് ഇതിന്റെ സമ്മർദ്ദം താങ്ങാവുന്നതിനും അപ്പുറമാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ സമ്മർദ്ദം മൂലം പലരും മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, കേരളത്തിലും സമാനമായ രീതിയിൽ കണ്ണൂരിൽ ഒരാൾ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം, അതൊക്കെ ചൂണ്ടിക്കാണിച്ചു
ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 81% നടപടികൾ പൂർത്തീകരിച്ചതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഫോമുകളൊക്കെ എന്യൂമറേഷൻ ഫോമുകളൊക്കെ ഡീറ്റെയിൽസ് ചെയ്ത് അവയൊക്കെ 81% തിരികെ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാരണം അതൊക്കെ ഫയൽ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഏകദേശം ഒരു 90% ഫോമുകൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അവകാശവാദമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്യുന്നുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു 7 ദിവസം കൂടി അധികം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു കടുത്ത തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുസരി ശരി, എം ജി മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇന്ന് മോസ്കോയിൽ പുടിനെ കാണും. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിശ്വസിക്കാനാകില്ലെന്നാണ് റഷ്യയുടെ വാദം. അതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. സമാധാനത്തിലേക്ക് എത്താൻ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ടെന്നാണ് സെലൻസ്കിയുടെ പക്ഷം. താമസമില്ലാതെ യുദ്ധം അവസാനിക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അതേസമയം റഷ്യയുടെ ആക്രമണത്തിൽ ഇന്നലെയും നിരവധി ആളുകളാണ് യുക്രൈനിൽ കൊല്ലപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ കാർ വാങ്ങുന്നതിനായി തുക അനുവദിച്ച ധനവകുപ്പ്. 1.10 കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാനാണ് തുകയെന്നാണ് റിപ്പോർട്ട്. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്തകളിലേക്കൊക്കെ മടങ്ങിയത്. രാവിലെയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. കാസർഗോഡ് പടന്നയിൽ തോണിയിലേറി ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. പടന്ന ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി PC സുബൈദയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് തോണിയിലൂടെയുള്ള പഴയകാല പ്രചാരണ രീതി വീണ്ടും നടത്തിയത്. തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോളാമ്പി മൈക്കും തോരണങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കവ്വായിക്കായലിലെ ഓളങ്ങൾ കീറിമുറിച്ച് തോണി നീങ്ങി. ഓർമ്മകൾ പതിറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയാൽ പ്രദേശത്ത് സാധാരണമായിരുന്ന കാഴ്ചകളിലൊന്ന്. പ്രിയപ്പെട്ടവരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്തിലേക്ക് 14ാം വാർഡായ തെക്കേക്കാടിൽ നിന്നും ജനവിധി തേടുന്ന സഖാവ് PC സുബൈദയ്ക്ക് അരിവാൻ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും പടന്ന ഗ്രാമപഞ്ചായത്ത് തെക്കേക്കാട് 14ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ PC സുബൈദയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് പഴമയുടെ തനിമയുമായി പ്രചാരണമൊരുക്കിയത്. തോണി പ്രചാരണത്തിൽ അനൗൺസറായി എത്തിയത് പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പടന്ന തെക്കേക്കാടിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് PC സുബൈദയ്ക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. 2.5 പതിറ്റാണ്ട് മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ബണ്ട് നിർമ്മിച്ച് തെക്കേക്കാടേക്ക് വാഹനഗതാഗത സൗകര്യം എത്തിക്കുന്നതിന് മുമ്പ് തോണിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. പുതിയ തലമുറയ്ക്ക് 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ നാടിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ രീതി എന്തായിരുന്നു എന്നുള്ളത്, പഴമയുടെ തനിമ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രചരണ പ്രവർത്തനം പുതിയ തലമുറക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നല്ലൊരു ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
തെക്കേക്കാട് തെക്ക് ബോട്ടുജെട്ടിയിൽ നിന്ന് തുടങ്ങി വടക്കേക്കാട് പുറത്താൾ പ്രദേശങ്ങളിലൂടെ കടന്ന് ബണ്ട് പരിസരത്ത് ഒരു പകൽ നീണ്ട പ്രചാരണം സമാപിച്ചു. 15 അംഗങ്ങളുള്ള പടന്ന പഞ്ചായത്തിൽ UDF-നാണ് നിലവിൽ ഭരണം. 9 അംഗങ്ങളാണ് UDF-നുള്ളത്. പ്രചരണ രംഗത്ത് പഞ്ചായത്തിൽ UDF-ഉം സജീവമാണ്. ന്യൂസ് 18 കാസർഗോഡ്. പരപ്പനങ്ങാടിക്ക് സമാനമായി ഏറ്റവും പ്രമുഖനായ നേതാവിനെ മുന്നിൽ നിർത്തി നഗരസഭ പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് തിരൂരിൽ CPM. മുൻപ് നിയമസഭയിലേക്ക് മത്സരിച്ച തിരൂരിലെ പ്രമുഖ വ്യവസായിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ഗഫൂർ P. ലില്ലീസാണ് തിരൂരിൽ LDF-നെ നയിക്കുന്നത്. മറുവശത്ത് വ്യവസായ പ്രമുഖനായ ഇബ്രാഹിം ഹാജിയാണ് UDF-ന്റെ മുൻനിരയിലുള്ളത്. LDF അട്ടിമറി വിജയം പ്രതീക്ഷിക്കുമ്പോൾ UDF-ന്റെ ലക്ഷ്യം ഭരണ തുടർച്ച തന്നെയാണ്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലപ്പുറം ജില്ലയിൽ ഇത്തവണ ഇടതുപക്ഷം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു നഗരസഭയാണ് തിരൂർ. 2015-ൽ തിരൂർ നഗരസഭ ഇടതുപക്ഷം ഭരിച്ചിരുന്നു. ഇത്തവണ ജില്ലാ കമ്മിറ്റി അംഗവും തിരൂർ സ്വദേശിയുമായ ഗഫൂർ P. ലില്ലീസിന്റെ നേതൃത്വത്തിലാണ് നഗരസഭ പിടിക്കാനുള്ള ശ്രമങ്ങൾ LDF നടത്തുന്നത്. മുൻപ് നിയമസഭയിലേക്ക് മത്സരിച്ച് നേരിയ വോട്ടുകൾക്കാണ് ഗഫൂർ P. ലില്ലീസ് പരാജയപ്പെട്ടത്. അദ്ദേഹത്തെ നഗരസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി നിയോഗിച്ചപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്നത് ഇവിടെ ഒരു വിജയം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ചുമതലയും അത് പാർലമെൻ്ററി രംഗത്തായാലും സംഘടനാ രംഗത്തായാലും അത് നിറവേറ്റുക എന്നുള്ളതാണ്. നേരത്തെ പാർട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറഞ്ഞു, അതനുസരിച്ചു. അതിനുശേഷം പാർട്ടി പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു, അത് അംഗീകരിച്ചു. ഇപ്പോൾ പാർട്ടി വീണ്ടും പറയുന്നു തിരൂർ മുനിസിപ്പാലിറ്റിക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കാൻ താങ്കളുടെ കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടാവണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. കഴിഞ്ഞ തിരൂർ മുനിസിപ്പാലിറ്റി രൂപം കൊണ്ടതിന് ശേഷം ഏതാണ്ട് 15 വർഷക്കാലം മാത്രമാണ് ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ളത്. ബാക്കി 10-40 വർഷക്കാലം തിരൂർ മുനിസിപ്പാലിറ്റിയെ നയിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള UDF സംവിധാനമാണ്. പക്ഷേ ഇന്ന് തിരൂരിൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരൂരിൽ കാണുന്ന എടുത്തു പറയാവുന്ന വികസന പദ്ധതികൾ എല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ് വന്നിട്ടുള്ളത്. UDF-ൻ്റെ കാലത്ത് വന്നിട്ടുള്ള എടുത്തു പറയാവുന്ന ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളത് തന്നെ. മാത്രമല്ല കഴിഞ്ഞ 5 വർഷക്കാലമായിക്കൊണ്ട് തിരൂരിൽ അധികാരത്തിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ 119 ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 119 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഇനങ്ങളിൽ 2 കാര്യങ്ങളാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ബാക്കി 117 വാഗ്ദാനങ്ങളും പാലിക്കാതെ തിരൂരിലെ ജനതയെ വഞ്ചിക്കുന്ന കാഴ്ചപ്പാടാണ് കണ്ടിട്ടുള്ളത്. UDF-ൽ നോട്ടുകൾ ചോർന്നു കിട്ടുമോ? UDF-നകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി UDF നേതാക്കന്മാർക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ ആഭ്യന്തര കുഴപ്പം അവരുടെ അടുത്ത് നിലനിൽക്കുന്നുണ്ട്. 5 വർഷക്കാലം തിരൂർ മുനിസിപ്പാലിറ്റിയുടെ വികസന നായികയാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ചെയർപേഴ്സൺ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു വാർഡ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരെ ആദ്യം അന്നാരയിലേക്ക് കൊണ്ടുവന്ന് 31-ാം വാർഡിലേക്ക് അവിടെ സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചു. അവിടുന്ന് സീറ്റ് കൊടുത്തില്ല. പിന്നീട് ചെമ്പ്ര 9-ാം വാർഡിലേക്ക് അവരെ കൊണ്ടുവന്നു, അവിടെ ഫ്ലക്സ് ബോർഡ് വെച്ചു. അവിടെയും അവർക്ക് സീറ്റ് കൊടുത്തില്ല. ആ പാവപ്പെട്ട ആ സ്ത്രീ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ നേതാക്കന്മാരുടെ തിട്ടൂരങ്ങളെല്ലാം തന്നെ അവരുടെ നാവിലൂടെയായിരുന്നു പുറത്തു വന്നിരുന്നത്. ആ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു സീറ്റ് കൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കറിവേപ്പില പോലെ അവരെ പുറത്തിടുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ചെമ്പ്ര പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാരുള്ള സ്ഥലത്ത് പോലും ജനറൽ വാർഡിനകത്ത് കൊണ്ടുപോയിക്കൊണ്ട് ഒരു സ്ത്രീയെ ഒരു സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. അത് വലിയ തെറ്റാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ജനറൽ വാർഡിൽ സ്ത്രീകൾക്ക് മത്സരിക്കാം. പക്ഷേ അതിനെതിരായിക്കൊണ്ട് മുസ്ലിം ലീഗിനകത്ത് വലിയ ആഭ്യന്തരമായിട്ടുള്ള വികാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം വികാരങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് മാറും. കഴിഞ്ഞ തവണ 4 സീറ്റ് മാത്രം വ്യത്യാസം, 3 സീറ്റ് വ്യത്യാസം മാത്രമാണുള്ളത്. ഇത്തവണ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ഇത്തവണ ഏതാണ്ട് 30 സീറ്റോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ലീഡ് കിട്ടിക്കൊണ്ട് തിരൂർ മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചു വരുമെന്നുള്ള നല്ല ശുഭപ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. എല്ലാ വാർഡിലും പ്രതീക്ഷിക്കാത്ത വാർഡുകളിലടക്കം കടുത്ത മത്സരം നിലനിൽക്കുന്നുണ്ട്. എല്ലാത്തിനെയും പണം കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ വിലക്ക് വാങ്ങാമെന്നുള്ള ഒരു ധാരണയും ധാർഷ്ട്യവും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്ക് ഉണ്ടെങ്കിൽ അത് തിരൂരിൽ ഇത്തവണ നടപ്പിലാവുകയില്ല. ഇവിടെ നിങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള ഒരു വലിയ ജനവിരുദ്ധ ജനങ്ങളുടെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അഴിമതിയും വികസന മുരടിപ്പും
മുസ്ലിം ലീഗിനുള്ളിലെ തന്നെ പടലപ്പിണക്കവുമൊക്കെ ഇടതുപക്ഷം പ്രധാന പ്രചരണായുധമായി ഉപയോഗിക്കുകയാണ് ഇവിടെ. എന്നാൽ ഇതിനെല്ലാം മറികടന്ന് ഭരണം തുടരുക തന്നെ ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് UDF-നുള്ളത്. തിരൂർ നഗരസഭയുടെ ഒരു ഭരണ തുടർച്ചയായിരിക്കുമല്ലോ സ്വാഭാവിക ലക്ഷ്യമിടുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്? തിരൂർ നഗരസഭയുടെ കഴിഞ്ഞ ഈ 5 വർഷം UDF കൗൺസിലാണ് ഭരിച്ചത്. ഏറ്റവും നല്ല ശക്തമായ വികസനം കാഴ്ചവെച്ച കൗൺസിലാണത്. ഇതിൻ്റെ മുമ്പൊക്കെ നടന്ന കൗൺസിലിലും നല്ല ഒരു വികസനം കാഴ്ചവെച്ച കൗൺസിലാണ്. ആ ഒരു ഭരണ സംവിധാനം തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. തിരൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് 38 വാർഡായിരുന്നു. ഇപ്പോൾ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് 40 വാർഡ് വന്നിട്ടുണ്ട്. 40-ൽ ഐക്യ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഒരു 30 വാർഡ് വിജയം ഏകദേശം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ 30 വാർഡോളം വിജയിച്ച് ഈ ഭരണത്തെ തുടർഭരണമായി മുന്നോട്ട് കൊണ്ടുപോകും. വിവിധ വികസന കാഴ്ചകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഭരണത്തെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. മറുവശത്ത് ഗഫൂർ പിലീസിനെ മുന്നിൽ നിർത്തിയാണ് ഇടതുപക്ഷം പ്രചരണം നടത്തുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വികസന ഇല്ലായ്മയാണ് തിരൂരിലുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ ചെയർപേഴ്സണ് പോലും സീറ്റ് കൊടുക്കാത്ത രീതിയിൽ വലിയ അനൈക്യം ലീഗിൽ നിലനിൽക്കുന്നു. ഈ 2 കാര്യങ്ങൾ LDF-ന് ഗുണം ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അത് തീർച്ചയായിട്ടും അവരെ ഒരു ഭാവനയാണത്. കാരണം ഈ തിരൂർ വികസനം ഇല്ലായ്മയാണ് അവരുടെ പ്രയാസം എന്നറിഞ്ഞാൽ ഈ കഴിഞ്ഞ 2015-20 കാലഘട്ടം LDF ഗവൺമെൻറ്റാണല്ലോ ഇവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. വിവിധ മുന്നണികളെ ചേർത്തൊരു സാമ്പാർ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ആ 5 വർഷം 2 ചെയർമാൻഷിപ്പ് മാറുകയും 4 വൈസ് ചെയർമാൻഷിപ്പ് മാറുകയും കസാലക്കളിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അവർക്ക് എടുത്തു പറയാനുള്ള ഒരു വികസനം ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഈ ഭരണത്തിൽ തിരൂരിൻ്റെ വികസനത്തിൽ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ്, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ട് പിറകിൽ കിടക്കുന്ന റോഡ്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ 3 അർബൻ ക്ലിനിക്കുകൾ പുതുതായി തുടങ്ങാൻ സാധിച്ചു. ഒരു ആയുർവേദ്യ ഡിസ്പെൻസറി സ്വന്തം ഭൂമി എടുത്തുകൊണ്ട് അത് പുനരുദ്ധാരണം ചെയ്ത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും വളരെ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് നമ്മളെ സ്കൂളുകളൊക്കെ ഹൈടെക് സ്കൂളുകളാക്കി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അംഗനവാടി തന്നെ 6ഓളം അംഗനവാടി ഇവിടെ പുതുതായി ഹൈടെക് അംഗനവാടികൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വികസനം, അങ്ങനൊരു വികസനം കഴിഞ്ഞ ഈ 2015-20 കാലഘട്ടങ്ങളിൽ പറയാനുണ്ടായിട്ടില്ല. ലീഗിലെ അനൈക്യം അങ്ങനെ അത് വെറുതെ അവരുടെ ഭാവനയാണ്. കാരണം ഇവിടെ ഒരു ചെയർപേഴ്സന് സീറ്റ് കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. പുതിയ തലമുറകളിൽ വരുന്ന പുതിയ ആളുകൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ ഈ നിലവിലുണ്ടായിരുന്ന AP നസീമ മത്സരിച്ച് വിജയിച്ച വാർഡുകൾ, ആ പ്രദേശങ്ങളൊക്കെ തന്നെ ഈ തവണ ജനറലായിക്കൊണ്ട് വന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ആ ഭാഗത്ത് അവർക്ക് നിൽക്കാൻ കഴിയില്ല, അവിടെ ജനറലാണ്. പിന്നെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ചെയർപേഴ്സണും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൽ അങ്ങനെ ഒരു ഐക്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, അനൈക്യം ഉണ്ടായിട്ടില്ല. ഐക്യത്തോട് അല്ല പ്രയാസമൊന്നുമില്ല, അങ്ങനെ മത്സരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവിടെ ജനറലായി മത്സരിക്കാൻ പ്രഗത്ഭരായ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനൈക്യം മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ്, എത്ര സീറ്റ് നേടുന്നതാണ്? ഏകദേശം 30ഓളം സീറ്റ് പിന്നെ UDF പിടിക്കും. പിന്നെ ഒരു ഭരണ തുടർച്ചയായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ട് പറയാനുള്ളത്. കാലങ്ങളായി BJPയും ഒരു സീറ്റിൽ തിരൂരിൽ നിന്ന് വിജയം നേടുന്നുണ്ട്. ഇത്തവണ വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് BJPയുടെ ശ്രമം. എന്താണെങ്കിലും ഗഫൂർ പിലീസിനെ മുന്നിൽ നിർത്തിയുള്ള പോരാട്ടം ഇടതുപക്ഷം ജയിക്കുമോ, അതോ തിരൂരിൽ UDFന്റെ ഭരണം തുടരുമോ, BJP കൂടുതൽ സീറ്റുകൾ നേടുമോ എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇനി നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്കാണ്. പത്തനംതിട്ടയിലെ പ്രമാടത്ത് NDA സ്ഥാനാർത്ഥികളായി എത്തിയിരിക്കുന്നത് ദമ്പതികളായ 2 പേരാണ്.
ശങ്കർ വെട്ടൂരും ഭാര്യ അഞ്ജലി ശങ്കറുമാണ് മത്സരരംഗത്തെത്തിയിരിക്കുന്നത്. ശങ്കർ 4-ാം വാർഡിലും അഞ്ജലി 5-ാം വാർഡിലുമാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ പ്രമാടം പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ശങ്കർ വിജയിച്ചിരുന്നു. പൊതുപ്രവർത്തനവും വീട്ടുകാര്യവുമെല്ലാം NDA സ്ഥാനാർത്ഥികളായ ശങ്കറിനും ഭാര്യ അഞ്ജലിക്കും ഒരുപോലെയാണ്. പത്തനംതിട്ട പ്രമാടം പഞ്ചായത്തിലെ 4-5 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് ഇരുവരും. കഴിഞ്ഞ തവണ പ്രമാടം പഞ്ചായത്തിലെ 5-ാം വാർഡിൽ അംഗമായിരുന്നു ശങ്കർ. ഇപ്രാവശ്യം സിറ്റിംഗ് വാർഡ് 5 വനിതാ സംവരണമായതിനാലാണ് ഭാര്യ അഞ്ജലിയും മത്സര രംഗത്തെത്തിയത്. 4-ാം വാർഡിലാണ് ശങ്കർ ജനവിധി തേടുന്നത്. ഞാൻ നിലവിലെ 4-ാം വാർഡിലെ മെമ്പറാണ്. 4-ാം വാർഡ് വനിതാ സംവരണമായി. അപ്പം അവിടുത്തെ ആളുകൾ എല്ലാവരും അന്ന് കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അഞ്ജലിയെ തന്നെ മത്സരിപ്പിക്കണം. അപ്പം ശങ്കർ മുമ്പർ കാണുമല്ലോ എന്നൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. കാരണം അവർ പറയുന്നത് മറ്റൊരാൾ വന്നാൽ ശങ്കർ മുമ്പറിന് തുല്യമാവത്തില്ല, അതുകൊണ്ട് വൈഫിനെ തന്നെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കണമെന്നുള്ള നിലപാട് കുറേ നാളുകളായിട്ട് അവർ പറയുന്നുണ്ട്. ഇവിടുത്തെ കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെ ഉൾപ്പെടെ ആളുകൾ, അമ്മമാർ കുറേ നാളുകൊണ്ട് പറയുന്ന ഒരു ആവശ്യകതയാണ്. അപ്പം അങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ വൈകിയാണ് ആ ഒരു തീരുമാനം എടുത്തത്. മത്സരരംഗത്ത് പുതുമുഖമാണെങ്കിലും ഭർത്താവ് ശങ്കറിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വാർഡിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങളും അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അഞ്ജലി. 5 വർഷക്കാലം ചേട്ടൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർ വികസനങ്ങൾ, ഒരുപാട് റോഡുകൾ, അതുപോലെ തന്നെ പെൻഷന്റെ ആണെങ്കിലും ഹൃദ്യം 2025, ഉണർവ്, തിരങ്ക, അങ്ങനെ ഒരുപാട് പരിപാടികൾ വാർഡുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്കാണെങ്കിൽ പോലും എത്തിക്കാൻ ചേട്ടൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണത്തിലാണ് ഇരുവരും. ഭവന സന്ദർശനം ഉൾപ്പെടെ ഇരുവരും ഒന്നിച്ചാണ് നടത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വെൽഫെയർ പാർട്ടിയുടെയും SDPIയുടെയും വോട്ടുകൾ വേണ്ടെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്. നഗരവികസനത്തെ 15 വർഷം പിന്നോട്ടടിപ്പിച്ചത് UDF ആണെന്നും അദ്ദേഹം പറഞ്ഞു. LDF മേയർ സ്ഥാനാർത്ഥി കൂടിയായ മുസാഫിർ അഹമ്മദ് മീൻചന്ത ഡിവിഷനിൽ നിന്നാണ് ജനവിധി തേടുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന്റെ അമരക്കാരൻ CP മുസാഫിർ അഹമ്മദ് നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്. അദ്ദേഹം മീൻചന്ത വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുന്നത്. നമുക്കൊപ്പം അദ്ദേഹം തന്നെ ഉണ്ട്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി തുടരുകയാണ് ഇടതുപക്ഷത്തിന്റെ ഭരണം കോഴിക്കോട് കോർപ്പറേഷനിൽ. എന്തുകൊണ്ട് ഇത്തവണ കൂടി ജനം നിങ്ങൾക്ക് അവസരം നൽകണം? 4.5 പതിറ്റാണ്ട് കാലത്തെ കോഴിക്കോട് LDFന്റെ മികവുറ്റ ഭരണ പ്രവർത്തനം തന്നെ കാരണം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 5 വർഷമാണ് ഓരോന്നും. കൂടുതൽ മികവാർന്ന നഗര വികസന പ്രവർത്തനങ്ങളാണ് LDF കോഴിക്കോട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായി കോഴിക്കോട് LDFന് ജനങ്ങൾ പിന്തുണ നൽകുന്നത് അത്ഭുതകരമായൊരു സംഗതിയൊന്നുമല്ല. അങ്ങനെ ജനങ്ങൾ ചിന്തിക്കുന്നു. ആ ചിന്തക്ക് കൂടുതൽ ആക്കം കൂട്ടുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷക്കാലം പൂർത്തീകരിച്ച് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഉള്ള ഒരു അനുഭവം. ഈ വലിയ വൻകിട വികസനങ്ങൾക്കുപരി കോഴിക്കോടിൻ്റെതായ തനത് കാര്യങ്ങളാണോ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു വികസനം എന്ന് പറഞ്ഞാൽ അത് പല മേഖലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈനംദിന ജീവിതത്തിലെ എല്ലാം വികസനവുമായി ബന്ധപ്പെട്ട് കിടക്കുക തന്നെയാണ്. പശ്ചാത്തല വികസന മേഖലയിലുള്ള മരാമത്ത് പ്രവൃത്തികൾ മാത്രമല്ല വികസനം എന്നുള്ളത്. ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അർപ്പിതമായിട്ടുള്ള ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു പോകുന്നതോടൊപ്പം തന്നെ നഗര വികസനത്തെക്കുറിച്ചുള്ള വളരെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടും ഭാവി കോഴിക്കോടിനെ കുറിച്ചുള്ള വളരെ സമഗ്രമായ നിലപാടുകളുമാണ് നഗരസഭ ഭരിക്കുന്ന LDFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലുമുള്ള കണ്ണെത്തുന്ന വികസന കാഴ്ചപ്പാടാണ്. അത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മറ്റ് നാട്ടിലെ ജനങ്ങളുടെ മറ്റ് കൂട്ടായ്മയുടെ ഒക്കെ സഹകരണത്തോടെയാണ് നഗരഭരണത്തിൽ ഒരു വികസന കാഴ്ചപ്പാട് കോർപ്പറേഷനിൽ LDF നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയും. വികസനം എന്നുള്ളത് പ്രവൃത്തികൾ മാത്രം, വയോജന രംഗത്തുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ തൊട്ട് ആരോഗ്യരംഗത്ത്, ശുചിത്വ മേഖലയിൽ, അങ്ങനെ അനവധി മാറ്റങ്ങളുടെ ഒരു വികസന രംഗത്ത് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കോഴിക്കോട്ട് നേരിടുന്നത്. UDF പറയുന്നത് അവർ നേരത്തെ തന്നെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ആരംഭിച്ചു. ഇത്തവണ അട്ടിമറിക്കും, ഭരണം തങ്ങൾ പിടിക്കും. ഈ പൊതു സമൂഹത്തിന്റെ പിന്തുണ UDFനൊപ്പമുണ്ട്. നേരത്തെ VM വിനുവിനെ പോലുള്ള ആളുകളെയൊക്കെ, കലാകാരന്മാരെയൊക്കെ അണിനിരത്തിയാണ് അവർ മത്സരത്തിന് ഇറങ്ങാൻ പുറപ്പെട്ടത്. പക്ഷേ പിന്നീട് അത് നടന്നില്ലെങ്കിലും പക്ഷേ ഭരണം പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ അവകാശവാദത്തെ എങ്ങനെ കാണുന്നത്? ഇവിടെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും
ചെറിയ പാർട്ടികളും എല്ലാ പാർട്ടികളും എല്ലാവരും ജയിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആരും തോൽക്കാനായിട്ട് മത്സരിക്കുന്നില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷകളൊക്കെ എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയാലോ, UDF ഇപ്പോൾ എത്ര സീറ്റാണുള്ളത്? UDF 17 സീറ്റാണുള്ളത്. പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് പല തെരഞ്ഞെടുപ്പിലും പറഞ്ഞപ്പോൾ 33 സീറ്റ് ലഭിച്ച 54 സീറ്റ് ലഭിച്ച കോഴിക്കോട്ടെ UDF എന്തേ ഇത്രയും പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമല്ലോ, താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഒരു പിന്തുണ കോഴിക്കോട്ട് നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDFനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ നഗരഭരണം അഴിമതിരഹിതമായിട്ടുള്ള വികസനത്തെക്കുറിച്ചുള്ള സമഗ്ര കാഴ്ചപ്പാടുള്ള ഒരു മുന്നണിക്ക്, അത് LDFന്റെ ഭരണത്തിൽ നഗരത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. LDFന് മാത്രമേ ഈ കോഴിക്കോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളത് ഈ നഗരത്തിന്റെ അനുഭവമാണ്. ആ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രകടമാകും. ഈ കോഴിക്കോട് കഴിഞ്ഞ തവണ 22 വാർഡുകളിൽ BJP 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഒരുപക്ഷെ ഈ പല വാർഡുകളിലും ശക്തമായ അവർ പോരാട്ടം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഈ BJPയുടെ ഒരു വളർച്ചയുണ്ടോ കാര്യമായി കോഴിക്കോട് കോർപ്പറേഷൻ? അല്ല, സ്വപ്നം കാണാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 22 സീറ്റുകളിൽ മാത്രമല്ല, അതൊക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞതിനും തൊട്ടുമുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDFനും LDFനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം, BJPയുടെ വോട്ട് വ്യത്യാസം, പല പ്രശ്നങ്ങളിലും LDFന് ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നവർ പോലും വീണ്ടും വോട്ട് ചെയ്ത് 2ാം ഗവൺമെന്റിനെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്ന അനുഭവം കേരളത്തിലുണ്ടല്ലോ. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33-40 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞവരല്ലേ BJP? 400 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞവരല്ലേ BJP? അവർക്ക് സ്വപ്നം കാണാൻ കുഴപ്പമൊന്നുമില്ല. അവരുടെ നിലവിലുള്ള സീറ്റ് നിലനിർത്തുമോ എന്ന് നോക്കിയാൽ മതി. ഒപ്പം ഈ അഴിമതി എന്ന ഒരു ആരോപണം അത് മുഖ്യ ശീർഷകമാക്കിയാണ് ഇന്ന് അവരൊരു കുറ്റപത്രമൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ കോർപ്പറേഷനിൽ LDFനെതിരെ അഴിമതിയുടെ കുറ്റപത്രം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രകടമായ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങൾ അവർക്ക് തെളിയിക്കാനോ ആരോപിക്കാനോ പറ്റിയിട്ടുണ്ടോ ശരിക്കും കൗൺസിലിൽ? അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ള മാത്രമല്ല, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായി വിമർശനാത്മകമായി പല വാർത്തകളും കോർപ്പറേഷനെതിരായ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവരല്ലേ. അപ്പം അത് അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു ക്രമക്കേട് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുകയോ തെറ്റായ മാർഗത്തിലൂടെ ഭരണം കൊണ്ടുപോയി ക്രമരഹിതമായി പ്രവർത്തിക്കുന്നതിനാണ് അഴിമതി എന്ന് പറയുന്നത്. 5 വർഷക്കാലത്ത് ഡോക്ടർ ബീന ഫിലിപ്പ് മേയറായിട്ടും ഞാൻ ഡെപ്യൂട്ടി മേയറായും 50 അംഗങ്ങൾ LDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ LDFനുണ്ട്. ഓരോ ആളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതിയെക്കുറിച്ച്, നഗരസഭയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു വരി അഴിമതി കേസ് പരാതി UDF കൊടുത്തിട്ടില്ലല്ലോ. എന്തിനാണ് അഴിമതി? ഏത് വിഷയത്തിലാണ് അഴിമതി? അത് വ്യക്തമാക്കാനോ എന്താണ് LDF ഭരണത്തിൽ ക്രമരഹിതമായി എന്ത് പ്രവർത്തിച്ചു എന്നുള്ളത് ഈ നാട്ടിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളുണ്ട്. പലതിനും കേസും പരാതിയും കൊടുക്കുന്നവരല്ലേ UDF. ഒരു പരാതിയും ഒരു വരി ഇന്ന കേസിനകത്ത് ഒരു പരാതിയും ഒരു അഴിമതി ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പുകമറ UDFനെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങളെ എതിർക്കുക, വികസനങ്ങളോട് സഹകരിക്കാതിരിക്കുക. മുൻകാലങ്ങളിലും 33-34 സീറ്റ് കിട്ടിയ UDF താഴേക്ക് പോകേണ്ട കാരണം എന്താ? അഴിമതിയുടെ പുകമറ സൃഷ്ടിച്ച് പല പദ്ധതികളെയും തടഞ്ഞു വെച്ചവരാണ് കോഴിക്കോട്ടെ UDF. ഇപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു, ബസ് സ്റ്റാൻഡിനെ കുറിച്ച് സംസാരിക്കുന്നു. 1ാം പ്രതി കോഴിക്കോട്ടെ UDF ആണ്. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്, മീൻചന്ത ബസ് സ്റ്റാൻഡ്, ലിങ്ക് റോഡ് പാർക്കിംഗ് പ്ലാസ, ഉദാഹരണം ഞാൻ വിശദാംശത്തിൽ പോകുന്നതാണ്. 3 പ്രധാനപ്പെട്ട മേജർ പദ്ധതികൾ ഈ നഗരത്തിന്റെ മൊബിലിറ്റിയായി ബന്ധപ്പെട്ടുള്ള നഗരവികസനത്തിന്റെ സമഗ്രമായ പദ്ധതി 15 വർഷം ആര് പിടിച്ചു കിട്ടി? വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തു. ആ കടലാസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തവരോ അനുബന്ധമായവരോ ഓരോ 5 മിനിറ്റ് പോയിട്ട് കോടതിയിൽ പോയിട്ട് ആ അഴിമതി പരാതി കൊടുത്തവർ കേസിന്റെ ഭാഗമായി കോടതിയിൽ ഹാജരായി പറഞ്ഞില്ല. അത് ഈ കൗൺസിൽ വന്നപ്പോൾ 14 വർഷമായി അടക്കിടക്കാം. മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ ജനവിധി തേടുന്നവരിൽ ഒരമ്മയും മകളുമുണ്ട്. രാജിത വിശ്വനാഥനും മകൾ ദിവ്യ വിപിൻലാലുമാണത്. 12-15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളാണ് ഈ അമ്മയും മകളും. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ
പല കൗതുകം നിറഞ്ഞ കാഴ്ചകളും കാണാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ, അച്ഛനും മകനും മത്സരിക്കുന്നു, സഹോദരങ്ങൾ മത്സരിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കൗതുക കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ്, വാർത്തയാണ് നമുക്ക് മലപ്പുറം വാഴക്കാട് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. വാഴക്കാട് പഞ്ചായത്തിലെ 12-ാം വാർഡിലും 15-ാം വാർഡിലും മത്സരിക്കുന്നത് ഒരു അമ്മയും മകളുമാണ്, രാജേഷ് ചേച്ചിയും മകൾ ദിവ്യയും. രണ്ടുപേരും BJPയുടെ വാർഡിലെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്ക് ഇപ്പം അവർ ചേരുന്നുണ്ട്. അമ്മയും മകളും മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് സത്യത്തിൽ, അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ? നല്ല സന്തോഷമാണ് മകൾ നിൽക്കുന്നത് പറഞ്ഞപ്പോൾ, നല്ല സന്തോഷമായി. സംസാരിച്ചിരുന്നു? സംസാരിച്ചിരുന്നു. വിളിക്കലുണ്ട്, ഫോൺ വിളിക്കലുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയലുണ്ട്. മകളോട് മത്സരിക്കാൻ അങ്ങോട്ട് നിർദ്ദേശിച്ചതാണോ? അങ്ങോട്ട് നിർദ്ദേശിച്ചാണ് മത്സരിക്കാൻ നിൽക്കുക തന്നെ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിർബന്ധിച്ച് നിർത്തിയാണ്. എങ്ങനെയുണ്ട് കന്യാംഗം? നല്ല ഓരോ വീടുകളിൽ പോകാനായി, അവരുടെ ഓരോ പ്രശ്നങ്ങൾ അറിയാനായി. ഇതുവരെ എല്ലാവരെയും അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരെയും അറിയാം. നേരത്തെ അമ്മ മത്സരിച്ചപ്പോൾ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടോ? അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അന്ന് കഴിഞ്ഞില്ല. ഇപ്പം ഏതായാലും അമ്മ അവിടെ മത്സരിക്കുന്നു, ഞാൻ ഇവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഈ എങ്ങനെയാണ് പ്രചരണത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് പോകലാണ്. ഒരു റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഒരു റൗണ്ട് കഴിഞ്ഞു. മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് അല്ലേ? സന്തോഷം അതിൽ കൂടുതൽ സന്തോഷം ഇങ്ങനത്തെ ഒരു അവസരത്തിൽ. അല്ല, കൂടുതൽ ആളെ ഈ നാട്ടിലുള്ള എല്ലാവരും അറിയപ്പെടുമല്ലോ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ. വീട്ടിൽ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങി. അമ്മമാര് ഇതൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ പറയാ കുറച്ച് ദിവസം ശ്രദ്ധിക്കുക, നേരങ്ങണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അമ്മ പുറത്തിറങ്ങി പോയി ആളുകളെ കാണാന്ന് പറയുന്നത്. അല്ല, ആളുകളെ കണ്ടാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഇത് കിട്ടുള്ളൂ. എല്ലാ നാട്ടുകാരൊക്കെ അറിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇത് കിട്ടും. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഈ സമയത്ത് ആക്റ്റീവ് ആവുക വേണ്ടിയത്. എങ്ങനെ ഡോക്ടർ വിശ്രമം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ അരച്ചിലെന്തൊക്കെ ഒന്ന് ക്ഷീണമാവുന്നുണ്ടോ? ചെറിയ ക്ഷീണം, നല്ല കുഴപ്പമില്ല. ഒരു അനുഭവമായിട്ട് കാണുകയാണല്ലേ? നല്ലൊരു അനുഭവമാണ്. എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഭർത്താവിൻ്റെയും? ഭർത്താവ് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വീട്ടുകാരായാലും സപ്പോർട്ടീവാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടീവാണ്. വരുന്ന സ്ഥാനാർത്ഥി പ്രകടനമാണെന്ന് അറിയുമ്പോൾ വോട്ടർമാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ സമയത്ത് ഇറങ്ങി നിർത്തണം അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, അവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയും. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളായിട്ടാണ്. വാഴക്കാട് അത്യാവശ്യമൊക്കെ വോട്ടർമാരുള്ള മേഖലയാണ് BJPയുടെ. എന്താണ് അമ്മയുടെയും മകളുടെയും പ്രതീക്ഷകൾ? ഇങ്ങനെ ഞങ്ങൾ ജയിക്കണം എന്നുള്ളൊരു വാശിയാണ്, വിജയം വേണമെന്നുള്ളൊരു വാശിയാണ്. മാറ്റം ചിന്തിക്കാമല്ലോ നമുക്ക്, എല്ലാ സ്ഥലത്തും ഒരു മാറ്റം വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളൊരു നല്ല ഉറച്ച മനസ്സോടെ കൂടിയാണ് നിൽക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇല്ല, എല്ലാവർക്കും നമ്മളോട് പ്രത്യേകിച്ച് ഒരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും നല്ലപോലെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ മാറ്റമായതുകൊണ്ട് 5 വർഷത്തിനിടയിൽ അതുണ്ട്. ഇപ്പം കൂടെ ഒരുമിച്ച് നിൽക്കുക. ഇപ്പം വോട്ട് ചോദിച്ച് ചെല്ലും. ആദ്യമൊക്കെ ഈ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു ഇതാണ്. ഇപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് എല്ലാവരും, എല്ലാ ആൾക്കാരും. എന്തായാലും അമ്മയ്ക്കും മകൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വിജയിക്കാനാകുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണല്ലേ? അതാണ് അമ്മയുടെയും മകളുടെയും വിശേഷങ്ങൾ. രണ്ടുപേരും വിജയപ്രതീക്ഷയോടെ പ്രചരണ രംഗത്ത് തുടരുകയാണ്. എന്താണെങ്കിലും അതോടൊപ്പം തന്നെ വലിയ ഒരു സന്തോഷം കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവർ പങ്കുവയ്ക്കുകയാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് TVK ബാലനാഭപുരം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. വീൽചെയർ വിതരണവും സംഘടിപ്പിച്ചു. ഭക്ഷ്യക്കിറ്റുകളും നൽകി. ഇന്ന് നമ്മൾ പോകുന്നത് ശബരിമലയിലെ വിശേഷങ്ങളിലേക്കാണ്. ശബരിമലയിൽ ഇന്ന് ഭക്തജന തിരക്ക് കൂടി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇന്നലെ 96,417 പേരാണ് മല ചവിട്ടിയത്. ഇന്ന് രാവിലെ മുതൽ ഓരോ മണിക്കൂറിലും 4,500ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തുന്നത്. അതേസമയം മണ്ഡലമാസ തീർത്ഥാടനം ആദ്യ 16 ദിവസം പൂർത്തിയായപ്പോൾ ആകെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 13.5 ലക്ഷമായി.
കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും സജീവ് സി വാര്യർ ചേരുന്നുണ്ട്. സജീവ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരക്ക് എങ്ങനെയുണ്ട്? കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. ഇന്ന് വലിയ തരത്തിലുള്ള തിരക്കുണ്ടോ? അനുശ്രീ, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരക്കേറിയൊരു പ്രഭാതമാണ്. സന്നിധാനത്ത് പ്രശാന്തമായ പ്രഭാതമാണ് എങ്കിലും തിരക്കുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവുണ്ടായത്. 2 ദിവസം ഒഴിഞ്ഞു നിന്ന ഭക്തജന തിരക്കിൽ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വർധനവുണ്ടാകുന്നത്. അതിനുശേഷം ഇന്നലെ 96,000-ലേറെ പേരാണ് എത്തിയത്. സാധാരണ നമ്മൾക്ക് അറിയാം 70,000-ൽ പരം പേരാണ് തീർത്ഥാടകരാണ് 70,000-ൽ പരം തീർത്ഥാടകരാണ് എത്തുന്നത്. 70,000 തീർത്ഥാടകർക്കാണ് വെർച്വൽ ക്യൂ വഴി വരാൻ സാധിക്കുക. അതോടൊപ്പം അവർക്ക് 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ് ലഭിക്കുന്നത്. ഈ തരത്തിലുള്ള സംവിധാനം വഴി എത്തേണ്ടത് 75,000 പേരാണ്. എന്നാൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് 96,000-ൽ പരം പേരാണ് എന്ന് നമുക്ക് അറിയാം. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡെല്ലാം വ്യക്തമാക്കുന്നത്. തീർത്ഥാടകരും അത് ശരിവെക്കുന്നുണ്ട്. സ്വാമി ശരണം. എങ്ങനെയാണ് തീർത്ഥാടനം? എങ്ങനെയുണ്ട് നിങ്ങളുടെ പുലിമേട് വഴിയായിരുന്നു. കുറച്ച് ദുർഘടം പിടിച്ച വഴി തന്നെയാണ്. എന്നാലും നമ്മൾ അയ്യനെ കണ്ട് തൃപ്തിയിലാണ്. എന്നാലും ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. നിയന്ത്രണാതീതമാണ്. സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ എന്നാലും നമ്മുടെ ഒരു ഭക്തിയിൽ ഇവിടെ വന്ന് തൊഴുതു പോവാന്നുള്ള ഒരു കാര്യമാണ്. കോഴിക്കോട്, പാലക്കാട് കോങ്ങാട് നിന്നാണ്. അവിടുന്ന് പുലിമേട് വഴി വരുമ്പോൾ സൗകര്യങ്ങളുണ്ടോ? അതായത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കിട്ടുന്നു? ഭക്ഷണമൊന്നുമില്ല, വെള്ളം. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയൊക്കെ കാണാറുണ്ടോ? ഫോറസ്റ്റ് ആനയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10ഓളം ആനയും കുട്ടികളെയൊക്കെ കണ്ടു. നമ്മൾ കുറച്ച് ദൂരെ നിന്നാണ് കണ്ടത്. നല്ല റൂട്ടൊക്കെ തന്നെ ആയിരുന്നു. എത്രാമത്തെ വർഷമാണ്? 24ാമത്തെ വർഷമാണ്. നന്നായിരുന്നു, നല്ല ദർശനമായിരുന്നു. 2-3 വട്ടമൊക്കെ തൊഴുതു. നല്ല ദർശനമാണ്, കുഴപ്പമൊന്നുമില്ല. പുൽമേട് വഴിയാവുന്നത് കഴിഞ്ഞ കൊല്ലക്കാട്ടിലും അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. நல்லா இருக்கு சாமி. ஃப்ரீயா இருக்குது. இன்னைக்கு ஃப்ரீயா இருக்கு. நல்லா இருக்கு சாமி. தர்ஷனம் நல்லா இருக்கு. எந்த வழி வந்தது? ஏரிமலை வழி. ஏரிமலை. நல்லா இருக்கு சாமி. ஃப்ரீயா இருக்கு சாமி. தண்ணி எல்லாம் கிடைச்சிருக்கா? கிடைச்சிச்சு. തീർത്ഥാടകർക്ക് വേണ്ട അത്യാവശ്യം സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ചിലർ പരാതി പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത്തവണ 92 കോടിയാണ് ഇത്തവണ ആദ്യത്തെ 15 ദിവസത്തെ വരുമാനത്തിൽ വലിയ തോതിൽ വർധനമുണ്ടായിട്ടുണ്ട്. ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം 66 കോടിയാണ് വരുമാനം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വലിയ തോതിൽ മാറ്റമുണ്ടായി. അരവണ വിൽപ്പനയിലും അതുപോലെ നടവരവിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള വഴിപാട്ടിലുമെല്ലാം തന്നെ വലിയ തോതിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്. തീർത്ഥാടകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അനുശ്രീ. ശരി, സജീവ് സി വാര്യരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, മാധ്യമപ്രവർത്തകനും അവതാരകനും കളമശ്ശേരി SCMS കോളേജിലെ പബ്ലിക് റിലേഷൻസ് മാനേജറുമായ സനൽ പോറ്റി അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സനൽ പോറ്റി. പുലർച്ചെയായിരുന്നു അന്ത്യം. മലയാളത്തിലെ നിരവധി ചാനലുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. മുരുക്കുംപുഴ സ്വദേശികളായ രാജേഷ് കാർത്തിക ദമ്പതികളുടെ മകൾ അലൈഖയുടെ 5ാം പിറന്നാളാണെന്ന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. അലൈഖ കുട്ടിക്ക് ന്യൂസ് 18ന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.